നിങ്ങളിവിടെ ഇരിക്കുന്നത് സ്വരാജിനെ കേൾക്കാനാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നടന്നിട്ടില്ല. അതൊരു റെക്കോർഡാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ 12:30 മണി മുതൽ ഈ നിയോജക മണ്ഡലത്തിലും സഖാവ് പിണറായി പറഞ്ഞതുപോലെ കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും സഖാക്കളും ആവേശ തിമിർപ്പിലാണ്. ഈ ആവേശമെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് വരുന്ന 19-ാം തീയതി നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിലാണ്. നമുക്കൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഇവിടെ പ്രിയപ്പെട്ട ജോസ് കെ മാണി പറഞ്ഞതുപോലെ ഇന്ന് UDF ഒക്കെ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി വളരെയധികം പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പല കാര്യങ്ങൾ പറയുന്നു, ഒന്നും ശരിയാകുന്നില്ല. ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണിയുണ്ടോ? ഐക്യജനാധിപത്യം എന്ന് പറഞ്ഞൊരു മുന്നണിയുണ്ടോ? നിങ്ങൾ എടുത്തു നോക്കിക്കേ, എത്ര പ്രതിപക്ഷ നേതാവുണ്ട്, എത്ര KPCC പ്രസിഡന്റ് ഉണ്ട്, എത്ര UDF കൺവീനർമാരുണ്ട്. അതാണ് ഇന്ന് അവിടുത്തെ സ്ഥിതി. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും വന്നിരിക്കുന്നത് UDF എന്നാണ് കേട്ടത്. അതിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് ഏജന്റായും അവരും മാറിക്കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിലമ്പൂരിൽ UDF നിലംപതിക്കും എന്ന് പറയാനും കൂടെ ആഗ്രഹിക്കാം. ഈ നിലമ്പൂരിൽ ഇപ്പോഴും UDF ഇല്ല.